നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരൻ കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ പിതാവിനെ 18 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം പോലീസ് വിട്ടയച്ചു. കുഞ്ഞിന്റെ മാതാവിനെ 2 തവണയായി 6 മണിക്കൂറോളം ചോദ്യം ചെയ്തു. കാഞ്ഞിരംകുളം തവ്വാവിള ഷിജിൻ ഭവനിൽ ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളുടെ ഏകമകൻ അപ്പു എന്ന ഇഹാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30-യോടെയാണ് മരിച്ചത്. ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞു മരിച്ചതെന്ന് രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. തുടർന്നുണ്ടായ സംശയങ്ങൾ മാറ്റാനാണ് കുഞ്ഞിന്റെ പിതാവിനെയും മാതാവിനെയും ചോദ്യം ചെയ്തത്. ഇവരെ ഒരുമിച്ചിരുത്തിയും പ്രത്യേകമായും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. മൊഴികളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടോയെന്നും പരിശോധിച്ചു. ശനിയാഴ്ച ഇഹാന്റെ സംസ്കാരം കഴിഞ്ഞ ശേഷമാണ് കൃഷ്ണപ്രിയയെ ചോദ്യം ചെയ്തത്. രാത്രി 9:30-യോടെ വിട്ടയച്ചു. പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് ഇന്നലെ രാവിലെ 10:30-യോടെ കൃഷ്ണപ്രിയ സ്റ്റേഷനിലെത്തി. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി, നെയ്യാറ്റിൻകര സിഐയുടെ ചുമതല വഹിക്കുന്ന ബാലരാമപുരം SHO, നെയ്യാറ്റിൻകര SI തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമായാൽ മാത്രമേ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കൂവെന്ന് ഡിവൈഎസ്പി അനിൽകുമാർ അറിയിച്ചു. പോലീസ് കൃഷ്ണപ്രിയയുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. ഷിജിനെതിരെ കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ മുൻപ് പൂവാർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതു സംബന്ധിച്ച വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. പിണക്കത്തിലായിരുന്ന ഭാര്യയെ 1.5 മാസം മുമ്പാണ് ഷിജിൻ വീട്ടിലേക്ക് കൊണ്ടുപോയത്. കുഞ്ഞു നിലത്ത് വീണോ എന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു രക്ഷിതാക്കളുടെ മറുപടി. ഇടക്കാലത്ത് ഇഹാൻ വീണ് വലതുകൈ ഒടിഞ്ഞതും മരിക്കുമ്പോഴും വലതുകൈയിൽ പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു എന്നതും സംശയം ജനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കുഞ്ഞു കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിൾ ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലവും വരാനുണ്ട്.